ഹായ് ഗേസ്, ഞാനിപ്പോൾ മൈസൂർ വൃന്ദാവൻ ഗാർഡനിലാണ് കേട്ടോ. മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ഡാമുണ്ട്, അതുപോലെ വെള്ളച്ചാട്ടം കാണാം. ഇവിടെ രാത്രിയിൽ വന്നാൽ ലൈറ്റ് ഷോ കാണാൻ പറ്റില്ല. ഞാൻ വന്നത് 5:30 മണിക്കാണ്. ഇവിടെ 7 മണി തൊട്ടാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നത്. 9 വരെയാണ് ഇവിടെ പ്രവർത്തന സമയം കേട്ടോ. ഒരിക്കലും മൈസൂർ വന്നിരുന്നാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ വൃന്ദാവൻ ഗാർഡൻ. 100 റുപ്യ ഉള്ളൂ കേട്ടോ. വലിയ ആളുകൾക്ക് 100 റുപ്യ, കുട്ടികൾക്ക് 50 രൂപ കേട്ടോ. വരുമ്പോൾ എപ്പോഴും വൈകിട്ട് വന്നാൽ മതി. വൈകിട്ട് വന്നാലാണ് ഇവിടെ ലൈറ്റ് ഷോ കാണാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇതിനൊക്കെ ഭംഗി നമുക്ക് ശരിക്കും തിരിച്ചറിയാം. ശരി, നമുക്ക് പോകാം വീഡിയോയിലോട്ട്. ഇവിടെ ഗാർഡൻ കാണാൻ വരുന്നവർക്ക് ബോട്ട് സവാരി നടത്തട്ടാ. ടിക്കറ്റ് 100 റുപ്യ ഉള്ളൂ. പിന്നെ പുറകോട്ട് കണ്ടില്ലേ വെള്ളം ചാടുന്നത്? ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. ഈ ഡാമിന്റെ മോൾ ഭാഗത്തേക്ക് കയറി പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ അടച്ചിട്ടിരിക്കുന്നു. കാരണം സുരക്ഷേൻ്റെ ഭാഗമായിട്ടേ ആരും കയറ്റി വിടുന്നില്ല. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പോലീസുകാർ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ സെൻട്രൽ കോഡിലെ പാലത്തിൻ്റെ മുകളിലാണ് ഞാൻ നടന്നു പോകുന്നത്. അക്കരയ്ക്ക് ഇക്കരയിൽ ടിക്കറ്റ് എടുത്ത് അക്കരയ്ക്ക് പോവാണ്. അങ്ങനെയല്ല, ബാക്കിൽ ഫുള്ള് വെള്ളമാണ്. ഡാം തുറന്നിട്ടുണ്ട്. ഇവിടെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങാനും കുളിക്കാനും പറ്റില്ല. ഇവിടെ രാത്രിയാണ് കാണാൻ രസം. ഈ ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാലേ പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പകലത്തെ പോലെ രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ ഒന്നും കൂടി ഒരു വൈബ് കൂടും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ കൂടെ. ഗാർഡൻ്റെ ഉള്ളിൽ നിന്നേ ഒരു സ്റ്റാളിൽ നിന്ന് ഒരു കാപ്പി കുടിച്ചു. ബ്രൂ കാപ്പി, സൂപ്പർ കാപ്പി കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലെ പോലെയല്ല, തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ പോയ കാപ്പിക്ക് ടേസ്റ്റ് കൂടുതല. ദോശ, ഇഡ്ഡലി, വട, കാപ്പിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടിപൊളി കാപ്പിയാണ്. 25 റുപ്യ. ആഹാ, അടിപൊളി. ഇതാണ് കേട്ടോ ഇവിടുത്തെ മനോഹരമായ ഗാർഡൻ. കണ്ടില്ലേ? ഫാമിലികളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇവിടെ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാത്ര. കാപ്പി കുടിച്ച ചേട്ടൻ പറഞ്ഞേ, കാപ്പി കടയിലത്തെ ചേട്ടനോട് ചേട്ടൻ പറഞ്ഞു ഇവിടെ 6 മണിക്ക് ശേഷം ഫാമിലികൾ ഒരുപാട് വരുന്നു ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട്. 6:30 ശേഷമാണ് ലൈറ്റ് ഷോ തുടങ്ങുക. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും ഇവിടെ ഫില്ലാവും ഇത്ര. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ഷോ കൂടും. അപ്പോൾ അതിൻ്റെ മുന്നേ ഇപ്പോൾ വന്ന ടൈമിൽ എടുത്ത വീഡിയോയാണിത്. രാത്രിയിൽ ഇതിന് ലൈറ്റ് ഇട്ടിട്ട് കാണുമ്പോൾ അതിലും ഭംഗിയായിരിക്കും. ഈ ഡാമിന് ഏകദേശം ഒരു 100 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. 100 വർഷത്തിലെ മേലെ പഴക്കമുള്ള ഡാം അത്ര ഇത്. 150 അടി താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 100 അടി 110 അടിയിലാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് കേട്ടോ. ഈ വേനൽക്കാലത്തും വെള്ളം പൊന്തി കഴിഞ്ഞാൽ 150 അടി വരെ വെള്ളം വരുത്തറ. രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇവിടത്തേക്ക് വന്നു കേട്ടോ. ഒക്കെ വൈകിട്ടാണ് കാണാൻ ഭംഗി. അങ്ങനെ ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ലൈറ്റ് ഷോ തുടങ്ങാൻ സമയമായി. 7 മണിക്ക് ആണ് ലൈറ്റ് ഷോ തുടങ്ങുക. ഇപ്പോൾ തുടങ്ങും.
അതിമനോഹരമായ ലൈറ്റ് ഷോ കഴിഞ്ഞു തിരിച്ചു പോരുകയാണ് കേട്ടോ. കടലിലെ ഗാർഡനിലൊക്കെ ലൈറ്റ് ഇട്ടപ്പോൾ കാണാൻ വളരെ മനോഹരം. ഒരു തവണയെങ്കിലും മൈസൂർ വരുമ്പോൾ ഇത് കാണാതിരിക്കരുത് കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് ഷോ, വൃന്ദാവൻ ഗാർഡനിലെ ലൈറ്റ് ഷോ അത്രയ്ക്ക് ഗംഭീരമാണ്. ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.